2022 നമ്മൾ കണ്ടത് സമാജ്വാദി പാർട്ടി ബഹുദൂരം മുന്നിൽ എത്തുന്ന കാഴ്ചയാണ്. 2017 അപേക്ഷിച്ച് 22 BJPയുമായി നേർക്കുനേർ പോരാടി അവിടെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ട് ഷെയർ നേടിയെടുത്തുകൊണ്ട് അവർ മുന്നേറ്റം നടത്തിയെങ്കിലും അതൊന്നും BJPയെ തളയ്ക്കാൻ മാത്രമുള്ളത് ആയില്ല. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല. കോൺഗ്രസുമായുള്ള സമാജ്വാദി പാർട്ടിയുടെ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആയതിനു ശേഷം സമാജ്വാദി പാർട്ടി കൃത്യമായി അണികളിലേക്ക് ഒരു സന്ദേശം എത്തിച്ചിരിക്കുന്നു. ലോക്സഭയിൽ നടന്നതുപോലെ നിയമസഭയിലും അട്ടിമറിയൊന്നും നടന്നില്ലെങ്കിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യ സർക്കാർ കൃത്യമായി ലക്നൌവിൽ അധികാരത്തിലേക്ക് എത്തും. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും പ്രധാനപ്പെട്ട BJP നേതാക്കളും പ്രദാനം ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കാവിക്കോട്ട എന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കാൻ ആഗ്രഹമുള്ളത് കൃത്യമായും ഉത്തർപ്രദേശിനെയാണ്. ഉത്തർപ്രദേശിലാണ് അമിത്ഷാ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നന്നായി പയറ്റിയതും ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ പ്രചോദനം നരേന്ദ്രമോദിക്ക് അത് വലിയ തോതിൽ ലഭിച്ചതും ഒക്കെ നമുക്കറിയാം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാഷ്ട്രീയ ചാണക്യനായി കൃത്യമായി അമിത്ഷാ അവിടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് അദ്ദേഹം കൃത്യമായി ഒരു വലിയ പരീക്ഷ വിജയിക്കേണ്ടിയിരുന്നു. അതിൽ ഏറ്റവും വലിയ മാർക്കാണ് 80-ൽ 71 സീറ്റുകൾ നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ടാണ് 2014 ചരിത്ര ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയത്. നമുക്കറിയാം ഇക്കുറി 33 സീറ്റിലേക്ക് 2024 തെരഞ്ഞെടുപ്പിൽ BJP ചുരുങ്ങിയപ്പോൾ കേന്ദ്രത്തിൽ ലോക്സഭയിൽ 3-ാം വട്ടം മോദി അധികാരത്തിലെത്തുമ്പോൾ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ലാത്ത ഒരു സർക്കാരായി മാറുകയായിരുന്നു. അത് മോദിക്കേറ്റ കനത്ത ആഘാതം പിന്നീട് മറികടന്നത് വളഞ്ഞ വഴിയിലൂടെയാണ്. നമുക്കറിയാം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിച്ചു. ഏറ്റവും ഒടുവിൽ ബംഗാളിൽ പൗരത്വ പട്ടികയിൽ നിന്നും 90 ലക്ഷത്തിലധികം വോട്ടർമാരെ നീക്കം ചെയ്തുകൊണ്ട് അവരെല്ലാം ബംഗ്ലാദേശികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുവേദു അധികാരിയും സംഘവും നടത്തിയ വൻ അട്ടിമറി നീക്കം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം താൽക്കാലികമായി. ഹേമന്ത് സോറൻ ഭരിക്കുന്ന ജാർഖണ്ഡിനെ കുട്ടിച്ചോറാക്കാൻ ആവുന്ന വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന രാഷ്ട്രീയം അലങ്ങി തെളിയുകയാണ്. അവിടെ നടന്ന വലിയ കൊള്ള, പ്രത്യേകിച്ചും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന തീവെട്ടിക്കൊള്ള കൃത്യമായും വിശ്വാസ സമൂഹത്തെ വല്ലാതെ സ്പർശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കശ്മീരിൽ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലും വലിയ തോതിൽ വെള്ളിക്കൊള്ള നടന്നിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴായി അറിയാം കേരളത്തിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പുകയുകയാണ്. എന്നാൽ ദേശീയ തലത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലും മറ്റ് സമാനമായി പല ക്ഷേത്രങ്ങളിലും BJP നേതൃത്വത്തിലുള്ള ആളുകൾ വലിയ തോതിൽ കാട്ടുകൊള്ള നടത്തിയാണ്. ക്ഷേത്രത്തിന്റെ ഭക്തിയുടെ മറവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതായി പരാതി ഉയർന്നു വരികയാണ്. ഇതെല്ലാം UPയിലെ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളായി മാറും എന്ന് അഖിലേഷ് യാദവിനും കോൺഗ്രസിനും അതുപോലെ ഇന്ത്യ മുന്നണിക്കും ഉറപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.